നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ടും പെട്ടിയിലായി. ഇനിയുള്ളത് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. ഫലം അനുകൂലമായാൽ മുഖ്യമന്ത്രി ആരാകും എന്ന തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചകൾക്ക് താൽക്കാലിക വിരാമമിട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. സ്വയം മുഖ്യമന്ത്രിമാരായി തീരുമാനിച്ചുള്ള ചർച്ചകൾ വേണ്ട എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വി.ഡി. സതീഷിനോടും കെ.സി. വേണുഗോപാലിനോടും കർശനമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ തലയിൽ കയറിയിരുന്നു കൊണ്ടുള്ള മുഖ്യമന്ത്രി ചമയൽ വേണ്ട എന്നാണ് കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീഷിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൈബർ ഇടത്തിൽ പോലും സതീശൻ അനുകൂലികളുടെയും കെ.സി. അനുകൂലികളുടെയും സോഷ്യൽ മീഡിയ പോര് അതിരുകടന്നത് ഹൈക്കമാൻഡിന് കടുത്ത തലവേദനയാണ് സൃഷ്ടിച്ചത്. ഈ സാഹചര്യത്തിലാണ് മെയ് 4 വരെ യാതൊരു തരത്തിലുമുള്ള ചർച്ചകളും ഇക്കാര്യത്തിൽ വേണ്ട എന്ന് ഹൈക്കമാൻഡ് കർശന നിലപാടെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള ശക്തമായ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് യു.ഡി.എഫ് നേതൃത്വം. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി ആരാകും എന്ന തരത്തിൽ ഇപ്പോൾ തന്നെ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. താനാണ് മുഖ്യമന്ത്രി എന്ന തരത്തിൽ വി.ഡി. സതീശനോ കെ.സി. വേണുഗോപാലോ നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അനുകൂലികളും അനുയായികളും ഇരുവർക്കും വേണ്ടി പോസ്റ്റർ യുദ്ധം സമൂഹ മാധ്യമങ്ങളിൽ ആരംഭിച്ചിരുന്നു. പ്രധാനമായും 3 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്: കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ. ഇത് സംബന്ധിച്ച് പലവിധ ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്ന തരത്തിലൊക്കെ ഒന്നിലധികം സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ചർച്ച നടന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം ഈ ഒരു വിഷയം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതനുസരിച്ച് ആരും സ്വയം മുഖ്യമന്ത്രിയാകേണ്ട എന്ന് ഹൈക്കമാൻഡ് അച്ചടക്കത്തിന്റെ വാളോങ്ങുകയും ചെയ്തു. ഇതിന് കെ.സി. വേണുഗോപാലിന് സതീശൻ അനുകൂലികൾ മറുപടി കൊടുത്തതും ഹൈക്കമാൻഡ് വഴിയായിരുന്നു. കെ.സി. വേണുഗോപാലിന്റെ പേര് പറഞ്ഞ് സതീശൻ അനുകൂലികൾ രാഹുൽ ഗാന്ധിക്ക് ഇമെയിൽ അയച്ചു. യു.ഡി.എഫിന് അധികാരം കിട്ടിയാൽ MLC വഴി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി എത്തി പിന്നീട് കേരളത്തിലെ ഇരിക്കൂർ പോലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് MLA ആകാമെന്നായിരുന്നു കെ.സിയുടെ കണക്കുകൂട്ടൽ എന്നാണ് ഇവർ കരുതുന്നത്. ഇതേക്കുറിച്ച് സതീശൻ അനുകൂലികൾ ഹൈക്കമാൻഡിന് മെയിൽ അയച്ചതോടെ കോൺഗ്രസിൽ അതൊരു വലിയ വിവാദത്തിനും തിരികൊളുത്തി. ചുരുക്കത്തിൽ സ്വയം മുഖ്യമന്ത്രിമാരായി പ്രഖ്യാപിച്ച് അണികളിലൂടെ ആ സ്ഥാനത്തെത്താൻ വിചാരിച്ചവർക്ക് ഹൈക്കമാൻഡ് വക നല്ല ഉഗ്രൻ പണി തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു. പരിധി കടന്നുള്ള ഒരു ഇടപെടലും ചർച്ചയും വേണ്ട എന്നാണ് ഹൈക്കമാൻഡ് കർക്കശമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഫലം വരും മുന്നേ മുഖ്യമന്ത്രിമാരാകാൻ തുനിഞ്ഞിറങ്ങിയ കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീഷിനുമെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു. ഈ എതിർപ്പിന്റെ ഫലമാണ് ഹൈക്കമാൻഡ് ശാസന നടപടിയുമായി മുന്നിട്ടെത്താൻ കാരണം. ആരായിരിക്കും ആ എതിർപ്പ് ഉയർത്തിയത്? സ്വാഭാവികമായും അത് രമേശ് ചെന്നിത്തലയായിരിക്കും. കാരണം 2 തവണ മുഖ്യമന്ത്രി മോഹം പൊലിഞ്ഞ ചെന്നിത്തല തന്നെ മറികടന്ന് വി.ഡിയും കെ.സിയും സ്വയം മുഖ്യമന്ത്രിമാരായി ചമഞ്ഞതിന് തിരികെ പണി കൊടുത്തു. ഒപ്പം തന്നെ അനുകൂലിക്കുന്ന ലീഗ് നേതൃത്വത്തെയും കളത്തിലിറക്കി ചെന്നിത്തല കളിച്ചു. കോൺഗ്രസ് നേതാക്കൾ പക്വത കാട്ടണമെന്ന് ലീഗ് നേതൃത്വം അടക്കം ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് വി.ഡി. സതീഷിനെ വെട്ടി കെ.സി. വേണുഗോപാലിനെയും തിരുത്തി സ്വയം മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനെതിരെ ഹൈക്കമാൻഡ് തന്നെ ഇടപെടുന്ന സാഹചര്യമുണ്ടായത്. ഹൈക്കമാൻഡ് ഇടപെട്ട് തൽക്കാലത്തേക്ക് ഇത്തരം ചർച്ചകൾ നിർത്തിവെച്ചിട്ടുണ്ട് എങ്കിലും ആഭ്യന്തര ചരടുവലികൾ നടക്കുന്നുണ്ട്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും വിജയിച്ചത് എന്ന ക്രെഡിറ്റ് കാട്ടിയാണ് സതീശനെ അനുകൂലിക്കുന്നവർ സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവാകുന്ന സമയത്ത് പോലും പാർലമെന്ററി പാർട്ടിയിലടക്കം സതീശന് പിന്തുണ കുറവായിരുന്നു. അന്ന് കെ.സി. വേണുഗോപാലിന്റെ താല്പര്യത്തിലാണ് 2016 മുതൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത്. MLA-മാരുടെ പിന്തുണയ്ക്കനുസരിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതാണ് കീഴ്വഴക്കം എന്നിരിക്കെ അത്രത്തോളം പിന്തുണ ആർജിക്കാൻ സതീശന് സാധിക്കുമോ എന്നറിയില്ല. മുഹമ്മദ് ഷിയാസാണ് എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി എന്ന ചർച്ച സതീശന് വേണ്ടി ആരംഭിച്ചത്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ സോണിയാഗാന്ധിയുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് ഉറപ്പാണ് എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കെ ബാബു, കെ.സി. ജോസഫ് പോലുള്ള മുതിർന്ന നേതാക്കളും ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന അഭിപ്രായക്കാരാണ്. മാത്രമല്ല മുൻപൊരു മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കപ്പെട്ട ചരിത്രം ചെന്നിത്തലയ്ക്കുണ്ട്. 2011, 2016 അവസാന 2 വർഷം ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പാലിക്കപ്പെട്ടില്ല. 2021 പ്രതിപക്ഷ നേതാവാക്കാതെയും പാർട്ടി വഞ്ചിച്ചു. ഇക്കാര്യത്തിൽ തന്റെ അതൃപ്തി ചെന്നിത്തല പരസ്യമായി തുറന്നു പറഞ്ഞില്ല എങ്കിൽ പോലും പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്തായാലും
ഇക്കുറി NSS SNDP പിന്തുണയുള്ളതും ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുള്ളതും തനിക്ക് ഗുണമാകുമെന്ന കരുതലിലാണ് രമേശ് ചെന്നിത്തല. KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് നേരിട്ട് മുഖ്യമന്ത്രിയായി എത്തുമെന്ന രീതിയിലായിരുന്നു കണക്കുകൂട്ടലുകൾ. അതിന് ഏറ്റവും ബലം പകരുന്നത് സ്ഥാനാർത്ഥി പട്ടികയിൽ 55 പേരിൽ അധികം KC വേണുഗോപാലിന്റെ നോമിനികളാണ് എന്നതാണ്. അവർക്ക് ജയസാധ്യത ഉണ്ട് എന്നതും അവർ ജയിച്ചാൽ അവരുടെ പിന്തുണ ഉണ്ടാകുമെന്നതും KCയുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. അങ്ങനെയെങ്കിൽ MP സ്ഥാനം രാജിവെച്ച് ഇരിക്കൂറിൽ നിന്നോ മറ്റോ മത്സരിച്ച് MLA ആകാം എന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ ഈ പ്രതീക്ഷ കരിച്ചു കളഞ്ഞത് MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡിന്റെ കടുത്ത തീരുമാനമായിരുന്നു. മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ഇത്തരം ചർച്ചകൾ ഹൈക്കമാൻഡിനെ അസ്വസ്ഥതപ്പെടുത്തുന്നതുകൊണ്ടാണ് 4-ാം തീയതി വരെ ഈ ചർച്ചകളൊന്നും വേണ്ട എന്ന് ഹൈക്കമാൻഡ് കട്ടായം പറഞ്ഞിരിക്കുന്നത്.